ആരും ഒന്ന് കൊതിച്ചു അല്ലേ? ആണല്ലോ. അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി കൊടുക്കണ്ടേ? എന്തായാലും എൻ്റെ പേര് വളരെ മനോഹരമായിട്ട് പരിചയപ്പെടുത്തിയ പേര് ബിന്ദാസ് എന്നാണ്. കോഴിക്കോടാണ് സ്വദേശം വരുന്നത്. ഈ കൺസെപ്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് രഞ്ജുലാൽ സാറും അതുപോലെ തന്നെ അതുൽനാഥ് സാറുമാണ്. നിങ്ങളിന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളോടാണ്. നിങ്ങളിന്ന് ഈ ഒരു AC ഹോളിൽ ഇരുന്നിട്ടായിരിക്കും ഗ്രോവിയ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് കേട്ടെങ്കിൽ, ഞാൻ ഈ കമ്പനിയുടെ പേര് പോലും കേട്ടിട്ടില്ല, ഇതിൻ്റെ ബിസിനസ് പ്ലാൻ പോലും കേട്ടിട്ടില്ല. അവരെന്നോട് പറഞ്ഞ കാര്യമാണ്, പ്രൊഡക്റ്റുകൾ കഥ പറയുന്ന ഒരു ബിസിനസ് വരാൻ പോകുന്നു, മാർക്കറ്റിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു കമ്പനി വരാൻ പോകുന്നു, വിപിനെ കൂടെ നിൽക്കുന്നു എന്ന് ചോദിച്ച സമയത്ത് ഒന്നും നോക്കിയില്ല. കാരണം അവർ ഏകദേശം 8-9 വർഷം എനിക്ക് പരിചയമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു 9 വർഷം മുന്നേ എന്നോട് കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ച സമയത്ത്, ലൈഫ് കളറാക്കി തരാം എന്ന് പറഞ്ഞ സമയത്ത് ഒരു സംശയത്തോടെ, സംഗന്തന പറയാം, ഒരു സംശയത്തോടെ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. പക്ഷേ ആ ഒരു 6 വർഷത്തിനിപ്പുറം ജീവിതത്തിൻ്റെ തലം അങ്ങ് മാറിപ്പോയി. നമ്മൾ ഒരു സിനിമ ഉണ്ട്, നമ്മുടെ രജനീകാന്തിൻ്റെ ഒരു സിനിമ ഉണ്ട്, ഏതായിരുന്നു മറ്റേ, ഒരു പാട്ട് മാറുമ്പോഴത്തേക്ക് ആള് കൊടീശ്വരനായി മാറും. ഓട്ടോ ഡ്രൈവറിൽ നിന്ന് ഒരു പാട്ട് കഴിയുമ്പോഴത്തേക്ക് ആള് കൊടി. അപ്പം അങ്ങനെ ലൈഫ് ചേഞ്ച് ചെയ്തു പോയിട്ടുള്ള ഒരു 6 വർഷത്തിനപ്പുറം അവരായിരുന്നു അതൊരു വലിയൊരു ചേഞ്ചസ് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ അവരെ ഞാൻ വിശ്വസിച്ചു. അങ്ങനെയാണ് ഗ്രോവിയ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ സംസാരിക്കുന്ന മുന്നേ എൻ്റെ കർത്തവ്യം ഞാൻ ആദ്യം പറയാം. എന്നെ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ഗ്രോവിയയുടെ ഡയറക്ടേഴ്സിനാണ് ആദ്യം എനിക്ക് നന്ദി പറയുന്നത്. സാധാരണ ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ടേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ആ പ്രോഗ്രാം ടൈം പറയും, കാര്യങ്ങൾ പറയും, ഓക്കെ, അവരെ നേരെ വന്നു, അവരുടെ കർത്തവ്യം കഴിഞ്ഞു പോവുക എന്നുള്ള രീതിയിലായിരിക്കാം പല ചീഫ് ഗസ്റ്റും വരും. പക്ഷേ ഇവിടുത്തെ ചീഫ് ഗസ്റ്റിന്റെ പ്രത്യേകത, ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞോ അന്നു മുതൽ ഈ പ്രോഗ്രാമിനെ കളറാക്കാൻ, ഈ പ്രോഗ്രാമിന് വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വേണമെന്ന് എന്നെ ഫോണിലൂടെ ഓരോ കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്, ഡയറക്ടറാണ് ദ ഗ്രേറ്റ് റിജിൽ സർ. അദ്ദേഹം ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. അപ്പം ഇന്ന് പല തിരക്കുകളും മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ഇന്ന് ഈ കമ്പനീൻ്റെ വിഷയം, ഈ കമ്പനീൻ്റെ സ്ട്രെങ്ത്തും പറഞ്ഞു തന്നത് അദ്ദേഹത്തിനാണ് എനിക്ക് ആദ്യമായി ഒരു വലിയൊരു നന്ദി സിഗ്നേച്ചറിന്റെ പേരിൽ അറിയിക്കേണ്ടത്. പിന്നെ ഏറ്റവും പ്രത്യേകത സുനിൽ സാറ് നമ്മളെ ഹാൻഡ് ഓവർ സത്യം പറഞ്ഞ മനസ്സറിഞ്ഞ് കൈയടിക്കേണ്ടത്. കാരണം അദ്ദേഹത്തിന്റെ മകന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം, അദ്ദേഹത്തിന്റെ മകന്റെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, വിപിനെ, ഞാൻ വർഷത്തിൽ ഒരു ദിവസം മാത്രമേ എന്റെ ബിസിനസ്സിൽ നിന്നും എന്റെ തിരക്കിൽ നിന്നും ഞാൻ മാറി നിൽക്കാറുള്ളൂ. അതെന്റെ മകന്റെ ബർത്ത്ഡേ ആണ്, മകന്റെ ജന്മദിനത്തിനാണ്. ഇന്ന് ജൂൺ 28-ാം തീയതിയാണ് എന്റെ മകന്റെ ജന്മദിനം വരുന്നത്. എന്തായാലും നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ആ സമയത്ത്, കറക്റ്റ് സമയത്ത് ഞാൻ ആ പ്രോഗ്രാമിലെത്തും. ഇതുവരെ അദ്ദേഹത്തിന്റെ മകന്റെ ജന്മദിനം